ഫ്രണ്ട്സ് എല്ലാവർക്കും മുന്നിസിലൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു പടുതാക്കുളം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം പടുതാക്കുളം എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഫ്രണ്ട്സ് കണ്ട ഇതാണ് നമ്മളെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ പടുതാക്കുളം. ഇതിന് ഏകദേശം 2 മീറ്റർ നീളവും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയും അതിൽ 1.5 മീറ്റർ ആഴമാണ് ഞാൻ ഈ കുളത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ കുളം ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കാരണം ഒരു ഗപ്പിക്കുളമായിരുന്നു, ഒരു കുളം പറ്റിക്കുന്ന വീഡിയോ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുളമാണ് നമ്മൾ കുറച്ച് വിപുലീകരിച്ച് കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലുതാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഫിലോപ്പിയനെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുളം ആക്ച്വലി തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട ഇപ്പോൾ ഇതിനകത്ത് 2 ഫിൽറ്ററുകളും അതുപോലെ തന്നെ 2-3 എയർ സ്റ്റോണുകളും ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ കണ്ട പുതുതായിട്ട് മേടിച്ചൊരു എയറിൻ്റെ ഒരു സബ്മിസിബിൾ പമ്പാണ് കേട്ടോ കിടക്കുന്നത്. അതെല്ലാം നമുക്ക് വീഡിയോൻ്റെ അവസാനം കാണാം. അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ നമ്മൾ ഫിൽട്രേഷൻ സെറ്റിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് എൻ്റെ കണക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എയറേറ്ററാണ് ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. വെള്ളം നിറയ്ക്കാണ്ടാണ് അങ്ങനെ കമത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 30 ഫിലോപ്പികളാണ് കേട്ടോ. അപ്പോൾ ഈ 30 ഫിലോപ്പികൾ മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ആ മീനിനെ മേടിക്കുന്നത് അതുപോലെ തന്നെ പടുതാക്കുളത്തിൽ ഷീറ്റ് ഇടുന്ന വെള്ളം നിറയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തു തരുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്തു തരുന്നതുകൊണ്ടുമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി പോയത്. എല്ലാവരും ക്ഷമിക്കണം. അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇനി മീനുകളെ ഇറക്കുന്നുണ്ട്. ആ ഇറക്കുന്ന വീഡിയോസെല്ലാം ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ അപ്ഡേഷനായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഈ കുളത്തിൻ്റെ ഫിൽട്രേഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കേട്ടോ. വളരെ വലിയ രീതിയിലൊന്നുമില്ല, വളരെ ചെറിയ രീതിയിലാണ്. അതുകൊണ്ട് ആ കാണുന്നതാണ് സബ്മിസിബിൾ പമ്പ്. അതിന് വയറിന് നീളം കുറവേണ്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞു മീനുകളായതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾക്ക് കാണാതിരിക്കുന്നുണ്ട്. അവിടെ നിൽപ്പുണ്ട് മീനുകൾ, വെട്ടമടിക്കുന്നുണ്ട് കാണുന്നില്ല. എന്നാലും ചെറുതായിട്ട് കാണാതിരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്നതാണ് മീനുകൾ. ഫിലോപ്പിയാണ് ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് 30 ഇട്ടിട്ടുള്ളൂ. അപ്പം ഈ സബ്മിസിബിൾ പമ്പിൻ്റെ വയറിൻ്റെ നീളം കൂട്ടി നമ്മളത് ഈ സൈഡിലോട്ട് കൊണ്ടുവരും. ആ സൈഡിൽ നിന്ന് വേസ്റ്റ് വലിച്ച് ഫസ്റ്റത്തെ ഇതിനകത്തോട്ടും. ഇതിനകത്തൊരു ആദ്യം കിടക്കുന്നത് മിറ്റിലും അതുപോലെ രണ്ടാമത് കൊതുകിൻ്റെ വലയാണ് ഇട്ടിരിക്കുന്നത്. ടൈൽ കഷ്ണം വെച്ചിരിക്കുന്നത് നെറ്റ് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അടിയിൽ ഫുള്ള് ഓടും കഷ്ണങ്ങൾ പൊട്ടിച്ച് ഇങ്ങനെ റാക്കായിട്ട് ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് സ്പോഞ്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. സ്പോഞ്ച് പൊന്തി പോരാനാണ് അവിടെ കല്ലും വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന് ശേഷമാണ് ഇതിനകത്ത് കൂടെ വെള്ളം ശുദ്ധീകരിച്ച് പുറത്തോട്ട് പോകും. അതിൽ ഇവിടെ ഒരു പൈപ്പ് കാണുന്നത് ഇതിൻ്റെ ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഓവർഫ്ലോ വരുന്ന പൈപ്പ് ഓവർഫ്ലോ വരുന്ന വെള്ളം പുറത്തോട്ട് പോകുന്നതിന് പകരം കുളത്തിനകത്തോട്ട് തന്നെ പൊക്കോളും. ഇതാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ എയറേഷൻ്റെ മോട്ടേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു വലിയ ഒരു സോബോയിൻ്റെ തന്നെയാണ്, ഒരു വലുതും അതുപോലെ ഒരു ചെറുതുമാണ് വെച്ചിരിക്കുന്നത്. തീറ്റയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ചെറിയ പടുതാക്കുളത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇനിയും കൂടുതലായിട്ട് ഇതിനകത്ത് ഒരുപാട് അപ്ഡേഷനുകൾ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ മീനുകളെ മേടിച്ചിടുകയും അതുപോലെ തന്നെ ഫിൽട്രേഷൻ കുറച്ചും കൂടെ വലുതാക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ എല്ലാ അപ്ഡേഷൻ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഈ പടുതാക്കുളം എങ്ങനെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടാക്കി നോക്കിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് അറിയിക്കണം കേട്ടോ. നമ്മൾ വരും ദിവസങ്ങളിൽ കുളത്തിൻ്റെ അപ്ഡേഷനും അതുപോലെ തന്നെ കുറച്ചധികം നല്ല ഫണി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.